എക്സാലോജിക് CMRL ഇടപാടിൽ നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ. എക്സാലോജിക്കിൽ CMRL ഇടപാട് അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറി. അന്വേഷണം കോർപ്പറേറ്റ് ലോ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘത്തിന് നൽകി. ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. വിവരങ്ങൾ സെയ്ഫ് നൽകും. സെയ്ഫ്, ഈ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണം തന്നെയാണ് ഇത്. അതുമാത്രമല്ല, അറസ്റ്റിന് വരെ സാധ്യതയുള്ള ഒരു സംഘം കൂടിയാണ് ഇവർ എന്നതാണ് ഏറ്റവും നിർണായകമായ വിവരം. എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര സർക്കാർ പ്രധാനപ്പെട്ട ഒരു നിർണായക നീക്കം കൂടി നടത്തി എന്നാണ് ഇടതുമുന്നണി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി വരുമ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണമെല്ലാം ഹൈക്കോടതി തേടുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാർ നിർണായക നീക്കം നടത്തി എക്സാലോജിക് CMRL ഇടപാടിൽ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി നടക്കാൻ പോകുന്നത്. 6 പേരടങ്ങുന്ന ഉദ്യോഗസ്ഥരാണ് ഇത് അന്വേഷിക്കുന്നത്. അന്വേഷണം കോർപ്പറേറ്റ് ലോ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘമാണ് ഇത് പരിശോധിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ഈ ഉത്തരവിലൂടെ കാണാൻ കഴിയുന്നത്. നിലവിലെ ROC അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിൽ പെടുന്നുണ്ട്. ROC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ വിഷയം അന്വേഷിക്കുന്നത്. ഇങ്ങനെ ഒരു നിമിഷം തുടരുന്നു. ഇപ്പോൾ ശ്രീ മാത്യു കുഴൽനാടൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മാത്യു കുഴൽനാടൻ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് നേരത്തെ തന്നെ നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉത്തരവും ഇറങ്ങിയിരിക്കുകയാണ്. അന്വേഷണം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം SFI ഏറ്റെടുത്തിരിക്കുകയാണ്. താങ്കളുടെ പ്രതികരണം എന്താണ് ഈ ഘട്ടത്തിൽ? ഇത് ഈ വിഷയം ചർച്ച തുടങ്ങിയ സമയം മുതലേ ഞങ്ങൾ പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ കമ്പനിയുടെ പ്രവർത്തനം ദുരൂഹമാണ് എന്ന് മാത്രമല്ല, ഒരു കടലാസ് കമ്പനിയുടെ, ഒരു ഷെൽ കമ്പനിയുടെ രൂപത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നതായി മനസ്സിലാവുന്നത്. അതായത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അഴിമതിപ്പണം വെളുപ്പിക്കുന്നതിനോ ഒക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ രൂപത്തിലും ഭാവത്തിലും പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അതല്ലാതെ ഇവർ അവകാശപ്പെടുന്ന പോലെ സുതാര്യമായൊരു പ്രവർത്തനം ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഓരോ ഘട്ടം കഴിയുന്തോറും ഞങ്ങൾ ആ പറഞ്ഞിടത്തേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യം ROCയുടെ തലത്തിൽ ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. അതിൽ വയലേഷൻസും അല്ലെങ്കിൽ ക്രമക്കേടുകളും ഒക്കെ കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു 3 മെമ്പർ ബോർഡ് അത് അന്വേഷിച്ചത്. നൗ ദേ ഫീൽ ലൈക്ക് ദാറ്റ് വളരെ സീരിയസ് ആയിട്ടുള്ള ഫ്രോഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കമ്പനി നടത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ SFIO ഈ കേസ് അന്വേഷിക്കുന്നതിലേക്ക് എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ മകൾ ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ മകളുടെ കമ്പനി ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അണ്ടറിൽ വരിക എന്ന് പറയുന്നത് തന്നെ എത്ര ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്നും മുഖ്യമന്ത്രി ഈ കൈകൾ ശുദ്ധമാണ് എന്ന് നിയമസഭയിൽ പറഞ്ഞതിന്റെ പിന്നാലെ അത് പറഞ്ഞ് വായിലിടുന്നതിന് മുമ്പ് ഈ സംഭവം വന്നിരിക്കുന്നു. ഇതെല്ലാം കപടമാണെന്നും കാപട്യമാണെന്നും വലിയ അഴിമതിയും കൊള്ളയുമാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും വരും ദിവസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അല്ല, ഈ മുഖ്യമന്ത്രി അടക്കം ഇന്ന് നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് വേട്ടയാടൽ സമീപനമാണ് നടക്കുന്നത്. നേരത്തെ അദ്ദേഹത്തിനെതിരെ ആയിരുന്നു, ഇപ്പോൾ മകൾക്കെതിരെയാണ് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോഴും ഈ കേന്ദ്ര സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നത് ഒരു പ്രഹസനമാണെന്ന തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ സർക്കാരിന്റെ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്. ശ്രീ മാത്യു കുഴൽനാടൻ, അല്ല, ഇത് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴല്ലോ, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോഗ്രസ് ചെയ്തതല്ലേ. ഇപ്പൊ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈൻഡിങ് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഫോളോ ഔട്ട് ആയിട്ടോ അതിന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടോ അതിന്റെ ഒരു റെസിഡറി ആക്ഷൻ ഒക്കെ ആയിട്ട് വരുന്നതല്ലേ ഇത്. സോ ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ അതൊരു പൊളിറ്റിക്കൽ ഡിഫൻസ് ആണ്. ഇനിയിപ്പോ ഇത് BJP ആണ്, ഇത് സംഘപരിവാറാണ്, അല്ലെങ്കിൽ ഇത് വർഗീയതയാണ്, എന്ത് വേണമെങ്കിലും അവർ പറയും. അത് ആ ഒരു പരിചയമാണ് മുഖ്യമന്ത്രി ആദ്യം മുതലേ ഒരു ഷീൽഡാണ് എടുക്കാൻ ശ്രമിക്കുന്നത്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ അതിനെ ഫാക്ച്വലി നിഷേധിക്കാൻ പറ്റണ്ടേ? എന്റെ മകൾ 1.72 crores വാങ്ങിയിട്ടില്ല, അത് കള്ളമാണ് എന്ന് പറയാൻ കഴിഞ്ഞോ? അതല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് ഇന്ന സേവനമാണ് ഞങ്ങൾ നൽകിയത്, മകളോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പത്രക്കുറിപ്പിൽ 2 കമ്പനികൾ തമ്മിൽ സുതാര്യമായതെന്ന് പറഞ്ഞതല്ലാതെ ഒരു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ ഇത്രയും ഗൗരവമായ ഒരു ഫൈൻഡിങ് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ വന്നിട്ട്
അന്നേരം അവർ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഈ സമയം വരെ. എന്നിട്ടിപ്പോ തെരഞ്ഞെടുപ്പാണ്, രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുണ്ട്? കോട്ട് റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു സംശയമില്ല. ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് എന്ന ആരോപണം CPM കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഉന്നയിക്കുന്നതാണ്. അതിനിടയിലാണ് ഒരു ഹർജി ഹൈക്കോടതിയിൽ വരുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വേണം എന്ന ആവശ്യം ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരുന്നു. അതിനകത്ത് മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം ഇക്കാര്യത്തിൽ തേടുന്നുണ്ട്. അതിനിടയിലാണ് ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അതായത് ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് അല്ല, ഇത് സാധാരണഗതിയിലുള്ള അന്വേഷണമായി മാത്രമാണ് കോൺഗ്രസ് അതിനെ സമീപിക്കുന്നത് എന്നാണ് മാത്യു പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇതിന്റെ അകത്ത് സ്വാഭാവികമായിട്ടും CM അല്ലെങ്കിൽ അവരുടെ മകൾക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാലോ. ഇഫ് ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ പറയും. ഇപ്പൊ അന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ നരേന്ദ്രമോദിയുടെ ഉദ്യോഗസ്ഥർ എഴുതിയത് കൊണ്ടാണ്, അവരെഴുതിയത് വെച്ചതാണെന്ന് പറയുന്നു. എന്നാൽ എന്തുകൊണ്ട് അവരതിന്റെ ഫാക്ട്സ് പറയുന്നില്ല? എന്തുകൊണ്ടാണ് സുതാര്യമായ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്നില്ല? അവരാരും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാരിനോ നരേന്ദ്രമോദിക്കോ ഇവരോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ആളുകൾക്ക് ബോധ്യമാവുന്ന രീതിയിൽ, കൺവിൻസിംഗ് ആയിട്ടുള്ള രീതിയിൽ ആൻസർ ചെയ്തെങ്കിൽ മനസ്സിലാവുമായിരുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാർ എവിടെയൊക്കെ ആരെയൊക്കെ വേട്ടയാണ്? സംസ്ഥാന അന്വേഷണ ഏജൻസിയെ വിജിലൻസിന് ഉപയോഗിക്കുന്ന പോലെ കേന്ദ്ര സർക്കാർ ഈ അന്വേഷണ ഏജൻസി ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ അതിനെ കാണുന്നുണ്ടോ? അതോ എനിക്കെതിരെ സംസ്ഥാന വിജിലൻസിന്റെ അന്വേഷണം നടക്കുകയാണ്. ഞാൻ മൊഴി കൊടുക്കാൻ പോയി. ഞാൻ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് വിളിച്ചു മാറണോ ഇതേ? അതല്ലെങ്കിൽ പിണറായി വിജയനെ കുറ്റപ്പെടുത്തുവാണോ ഇതേ? ഐ കോപ്പറേറ്റഡ്, ഐ എക്സ്പ്ലെയിൻ ടു ദ പീപ്പിൾ. ഞാൻ ജനങ്ങളോട് പറഞ്ഞു എനിക്ക് പറയാനുള്ളത്. ഇനിയും അവർ വിളിച്ചാൽ ഞാൻ പോവും. ലെറ്റ് ദം ഡു ദെയർ ജോബ്, ഐ വിൽ ഡു മൈ ജോബ്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് പറഞ്ഞിട്ട് ഒളിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഇതിന്റെ അകത്ത് വലിയ അഴിമതിയും കൊള്ളയും നടത്തിയിട്ട് കേന്ദ്ര സർക്കാർ മാത്രം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നോ, ഐ ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ്. അല്ല, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കണ്ടതാണ് കേന്ദ്ര ഏജൻസികളുടെ ഒരു വരവും അവരുടെ അന്വേഷണവും എല്ലാം കണ്ടിട്ടുള്ളതാണ്. അന്നേരം കേന്ദ്ര ഏജൻസികളുടെ ഈ വരവില്ലാത്ത ഒരു അസ്വാഭാവികതയും ഇല്ല, സാധാരണഗതിയിലുള്ള അന്വേഷണമായിട്ട് തന്നെയാണ് അതിനെ നമുക്ക് വിലയിരുത്താൻ കഴിയുക അല്ലേ? കേന്ദ്ര ഏജൻസിയുടെ വരവിൽ ഞാൻ അധികം എക്സൈറ്റഡ് ഒന്നുമല്ല. കാരണം ഇവർക്ക് ഹറാസ്മെന്റ് എന്നുള്ള മോട്ടോവിനപ്പുറത്തേക്ക് ഒരു കാരണം ഇതിനു മുമ്പ് എത്രയോ എവിഡൻസും ഇൻസിഡൻസും എത്രയോ മൊഴികളും എത്രയോ കാര്യങ്ങളും അവരുടെ കൈ കിട്ടിയതാണ്. നെവർ എവർ സിൻസിയർ. അത് സത്യമാണത്. പക്ഷെ ഇതിപ്പോ കോടതിയുടെ മുമ്പിലുള്ളതുകൊണ്ടായിരിക്കും ദേ ആർ ഫോഴ്സ് ടു ടേക്ക് ആക്ഷൻസ്. അതുകൊണ്ട് മാത്രം ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. അല്ലാണ്ട് കേന്ദ്ര ഏജൻസികളുടെ കാര്യത്തിൽ എനിക്ക് അമിതമായ ആവേശമോ അല്ലെങ്കിൽ വിശ്വാസമൊന്നും എനിക്കില്ല. ഹർജിയുടെ ഭാഗമൊന്നും അല്ലല്ലോ അല്ലേ? മാത്യുവിന്റെ ഹർജിയുടെ ഭാഗമായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ലെന്ന് അല്ല. വളരെയധികം നന്ദി ശ്രീ മാത്യു കൊഴുനാടൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന്. സെയ്ഫ് സലാഹുദ്ദീൻ വീണ്ടും ചേരുകയാണ്. സെയ്ഫ്, ഇപ്പോൾ സഭ നടക്കുന്ന ഒരു സമയം കൂടി. മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്, എൻ്റെ കൈകൾ ശുദ്ധമാണ്, തൻ്റെ ഭാര്യയ്ക്ക് റിട്ടയർമെന്റിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കമ്പനി തുടങ്ങിയത്, തൻ്റെ മകളെ അടക്കം വേട്ടയാടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി ഇന്നും നിയമസഭയിൽ പറഞ്ഞത്. പ്രതിപക്ഷം അടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായി എങ്ങനെയായിരിക്കും CPM ഇതിനെ നേരിടാൻ പോവുക? ഇതിനെ രാഷ്ട്രീയം നേരിടാൻ വേണ്ടി CPM തീരുമാനിക്കും. പക്ഷേ അതിനപ്പുറം മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് വളരെ ഗുരുതരമായ ആരോപണം ഉയരുകയും ഒരു കേന്ദ്ര ഏജൻസി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്ന സംവിധാനം ഇതേക്കുറിച്ച് അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ നിലവിൽ ഷോൺ ജോർജ്, PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഒരു ഹർജി നൽകുകയും അതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ അടക്കം വിശദീകരണം തേടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ അന്വേഷണത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുകയും അവരുടെ വിശദീകരണം തേടിയതിനു ശേഷം ഹൈക്കോടതി തീരുമാനമെടുക്കാൻ ഇരിക്കുകയും ചെയ്തതിനിടയിലാണ് കേന്ദ്ര ഏജൻസി ഇത്തരത്തിലൊരു നിർണായക അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർക്ക് ഇത് ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നി അറസ്റ്റിന് പോലും അധികാരമുള്ള ഒരു ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്ന ഈ അന്വേഷണത്തിന്റെ സ്വഭാവമുള്ള ഈ ഏജൻസി എന്ന് പറയുന്നത്. അതിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് CMRലുമായി ബന്ധപ്പെട്ട് KSIDCയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമ്പോൾ അതിനകത്ത് ഉത്തരം പറയേണ്ട ബാധ്യതയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വ്യക്തിപരമായി എത്തിച്ചേരുന്നുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ടതിനപ്പുറം വ്യക്തിപരമായി അവർ മറുപടി പറയേണ്ട വിഷയത്തിലെ കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. മന്ത്രി P രാജീവ് പറയേണ്ട കാര്യങ്ങളിലേക്ക് ഇത് എത്തിച്ചേരുന്നുണ്ട്. എന്നാലും സംസ്ഥാന സർക്കാരിനെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം ഉണ്ടായിരിക്കുന്നത്. നാളെ നിയമസഭാ സമ്മേളനം ചേരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ വിഷയം നാളെ നിയമസഭയിൽ ഉയർന്നു വരാനുള്ള സാധ്യത
തള്ളിക്കളയേണ്ട. എന്തായാലും ഇത് ഗൗരവ സ്വഭാവത്തിൽ കാണേണ്ട അവസ്ഥയിലേക്ക് CPM നേതൃത്വം ഇതുവരെ വീണ വിജയനെ അനുകൂലിക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്തതാണ്. ഈ വീണ വിജയനുമായി കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിരോധം തീർക്കുകയും ചെയ്തതാണ് CPM സംസ്ഥാന സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെല്ലാം ഇതിനകത്ത് പ്രതിരോധം തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് നാളെ ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയമില്ല. ശരി, എക്സാലോജിക് CMRL ഇടപാട് അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിയിരിക്കുന്നു. അന്വേഷണം കോർപ്പറേറ്റ് ലോ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘത്തിന് നൽകി. ഉത്തരവിന്റെ പകർപ്പ് മീഡിയ 1 ലഭിച്ചു. വാർത്തയുടെ വിശദവിവരങ്ങൾ നൽകുകയായിരുന്നു സെയ്ഫ് തിരുവനന്തപുരത്ത് നിന്നും.